ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു, ശിക്ഷാവധി നാളെ. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഷാരോണിന്റെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആൺ സുഹൃത്തായിരുന്ന ഷാരോൺ രാജിനെ കള്ളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ ജഡ്ജ് AM ബഷീറാണ് വിധി പ്രസ്താവിച്ചത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി നാളെ പ്രസ്താവിക്കും. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും 3 ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. 2022 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2022 ഒക്ടോബർ 25 ഷാരോൺ രാജ് മരിച്ചത്. പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് JP ഭവനിൽ ജയരാജന്റെ മകനാണ് ഷാരോൺ. ഷാരോണിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് ഗ്രീഷ്മ കൊന്നുവെന്നുള്ളതാണ് കേസ്. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഒക്ടോബർ 14 ഷാരോൺ സുഹൃത്ത് റെജിനൊപ്പം ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരക്വറ്റ് കലർത്തിയ കഷായം നൽകുകയായിരുന്നു. കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു. പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദിച്ചു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയുടെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഷാരോണിന്റെ വൃക്ക, കരൾ, ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. കോളേജിലേക്കുള്ള ബസ് യാത്രക്കിടെയാണ് ഷാരോണും ഗ്രീഷ്മയും പരിചയപ്പെടുന്നത്. 2021 ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന ജോൾസന്റെ പ്രവചനവും ഉണ്ടായിരുന്നു. നവംബറിൽ ഷാരോന്റെ വീട്ടിൽ വെച്ച് ഇരുവരും താലികെട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലികെട്ടി. തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ വിട്ടുപോകാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. കൊല നടത്താൻ സഹായിച്ചു എന്നുള്ളതാണ് അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്കെതിരെയുമുള്ള കുറ്റം. ഏതായാലും ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട വിഷയത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടരുതായിരുന്നു, ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാരോൺ കൊലക്കേസ് വിധിയിൽ പ്രതികരിച്ചുകൊണ്ട് മാതാപിതാക്കൾ രംഗത്ത് വന്നപ്പോഴാണ് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നുവെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയും കുറ്റക്കാരിയല്ലേ എന്നാണ് ഷാരോണിന്റെ അമ്മ ചോദിക്കുന്നത്. എന്തിനാണ് അവരെ വെറുതെ വിട്ടത് എന്നാണ് ഷാരോണിന്റെ അമ്മയുടെ ചോദ്യം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഷാരോണിന്റെ പിതാവ് ജയരാജും പറഞ്ഞു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും.